ബെവ്കോയിൽ ഇത്തവണ ജീവനക്കാർക്ക് നൽകുന്നത് റെക്കോർഡ് ബോണസ് 1,02,000 രൂപയാണ് ബോണസായി നൽകുക. കഴിഞ്ഞ സാമ്പത്തിക വർഷം 19,700 കോടി രൂപയാണ് ബെവ്കോയുടെ വിറ്റുവരവ്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, എന്തായാലും ഇത്തവണ ഓണം ബെവ്കോ ജീവനക്കാർക്ക് അടിച്ചുപൊളിക്കാം. ദിവ്യ, തീർച്ചയായും ബെവ്കോ ജീവനക്കാർക്ക് ഇത്തവണ ഇരട്ടി ഓണമാണ്, അല്ലെങ്കിൽ ഇരട്ടി മധുരമാണ് ഈ ഓണത്തിന് എന്നൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് ബോണസാണ് ഇത്തവണ ബെവ്കോ അവരുടെ ജീവനക്കാർക്ക്, സ്ഥിരം ജീവനക്കാർക്ക് നൽകുന്നത്. 1,02,500 രൂപ ബോണസായി നൽകാനുള്ള തീരുമാനം ഇന്ന് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥിര ജീവനക്കാർക്കും 1,02,500 രൂപ ബെവ്കോയിൽ ഇത്തവണ ബോണസ് ലഭിക്കും. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 8% അധികം ആണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കടകളിലെയും ഹെഡ്ക്വാർട്ടേഴ്സിലെയും അതുപോലെ തന്നെ ക്ലീനിംഗ് സ്റ്റാഫിനും എംപ്ലോയ്മെന്റിൽ നിയമിച്ചുള്ള സ്റ്റാഫിനും 6,000 രൂപ ബോണസായി നൽകും. അത് കഴിഞ്ഞ വർഷം 5,000 രൂപയായിരുന്നു. ഹെഡ് ഓഫീസിലെയും വെയർഹൌസിലെയും സുരക്ഷാ ജീവനക്കാർക്ക് 12,500 രൂപ ബോണസായി ലഭിക്കും. അവരൊന്നും സ്ഥിരം ജീവനക്കാരല്ല. കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 95,000 രൂപ ബോണസായിരുന്നു. അതിനു മുമ്പത്തെ വർഷം 90,000 രൂപയായിരുന്നു സ്ഥിരം ജീവനക്കാർക്ക് ബോണസായി ലഭിക്കുന്നത്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് അധികമായി ഉണ്ടാകുന്ന വിറ്റുവരവിന്റെ ലാഭത്തിന്റെ 2 മുതൽ 8% വരെയും ബോണസായി നൽകാം എന്നാണ് സർക്കാരിന്റെ ഉത്തരവുള്ളത്. അത് പരിഗണിക്കുമ്പോഴാണ് ബെവ്കോയിൽ ഇത്ര വലിയ ഉയർന്ന തോതിലേക്ക് ഇത്തവണത്തെ ബോണസ് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 19 ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം കണക്കാക്കിയാണ് ബോണസ് നൽകുക. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 19,700 കോടി രൂപയായിരുന്നു വിറ്റുവരവ്. അത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 650 കോടി രൂപയുടെ അധിക വിൽപ്പനയുണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബെവ്കോയിലെ ജീവനക്കാർക്ക് ഇത്തവണ റെക്കോർഡ് ബോണസ് നൽകാനുള്ള തീരുമാനം ഇന്ന് ചേർന്ന യോഗത്തിലെടുത്ത്. സ്ഥിരം ജീവനക്കാരുടെ എല്ലാ സംഘടനകളും ഇന്ന് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബെവ്കോ MD അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ആ യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഓണം അടുപ്പിച്ചെന്തായാലും ട്രഷറി നിയന്ത്രണം അടക്കം കടുപ്പിച്ചിരിക്കുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്തായാലും ബെവ്കോയെ ബാധിച്ചിട്ടില്ല, അല്ലേ? സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ബെവ്കോയെ ബാധിക്കില്ല എന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. ഓരോ വർഷവും ബെവ്കോയിലെ വിറ്റുവരവ് കൂടിയത് മാത്രമാണ് ചരിത്രത്തിൽ ഉള്ളത്. അത് ഉത്സവകാലങ്ങളിൽ നമ്മൾ അറിയാവുന്ന റെക്കോർഡ് വിൽപ്പന തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത അതേ ആഘോഷകാലത്തേക്കാൾ എത്ര ശതമാനം കൂടി എന്നതിൽ മാത്രമേ തർക്കമുണ്ടാവുകയുള്ളൂ. കുറയുക എന്ന വിൽപ്പനയിൽ കുറവുണ്ടാകുക എന്ന തർക്കമുണ്ടാവില്ല. ഇതിനിടയിലുള്ള വിലവർദ്ധനവ് ഒക്കെ കൂടി പരിഗണിച്ചു കൊണ്ടുവരുമ്പോൾ ബെവ്കോയിലെ വിൽപ്പന എപ്പോഴും ഉയർന്നു തന്നെയാണ് നിൽക്കുക. ബെവ്കോ ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതിന്റെ പരിഗണന അവിടുത്തെ ജീവനക്കാർക്ക് ലഭിക്കുന്നു. മാനേജ്മെന്റ് അത് സർക്കാർ നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ബോണസ് ഇത്തവണ ബെവ്കോ ജീവനക്കാർക്ക് അടിച്ചുപൊളിച്ചുള്ള ഒരു ആഘോഷത്തിന് വഴി തെളിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതാണ് ബെവ്കോ മാനേജ്മെന്റിന്റെ ഒരു മനസ്സിനെ കൂടി നമ്മൾ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അവർക്കുണ്ടായിട്ടുള്ള വിറ്റുവരവ് ലാഭം അത് ജീവനക്കാർക്ക് കൂടി പങ്കുവെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റെക്കോർഡ് ബോണസാണ് ഇത്തവണത്തെ ഓണത്തിന് ബെവ്കോ ജീവനക്കാർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.